ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനാണ് ജിയോമെട്രിക് മീൻ. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് അരിത്തമെറ്റിക് മീനാണ്. പേജ് നമ്പർ 71 നമ്മൾ കണ്ടിരുന്നു. മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറയുന്നത് 3 എണ്ണമാണുള്ളത്. അരിത്തമെറ്റിക് ആവറേജ്, ജിയോമെട്രിക് മീന്, പിന്നെ ഹാർമണിക് മീൻ. അപ്പോൾ ഇതിനകത്ത് അരിത്തമെറ്റിക് മീനാണ് ഏറ്റവും വൈഡായിട്ടുള്ളത്. അതാണിപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ മാത്തമാറ്റിക്കൽ ആവറേജാണ് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കാകെ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ജിയോമെട്രിക് മീൻ എന്താണെന്നുള്ള അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് n നോൺ നെഗറ്റീവ് വാല്യൂസ്. n നോൺ നെഗറ്റീവ് വാല്യൂസിൻ്റെ പ്രോഡക്റ്റിൻ്റെ nth റൂട്ടിനെയാണ് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് എത്രയില്ലെങ്കിൽ ഒരു നമ്പറാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുറേ നമ്പർ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്ര എണ്ണം നമ്മൾ ഇൻറ്റു ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. എന്നിട്ടിപ്പോൾ 5 വാല്യൂസാണ് നമുക്ക് തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 5 എണ്ണത്തെ ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ 5th റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. നമ്മൾ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ അതേപോലെ nth റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലോഗരിതം ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങളുടെ പേജ് നമ്പർ 95 കിടപ്പുണ്ട്. ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റിലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് 2 ടേബിൾസ് കാണിച്ചിട്ടുണ്ട്. ഒരു ലോഗരിതം ടേബിളും ഉണ്ട്, ഒരു ആൻറ്റി ലോഗരിതം ടേബിളും ഉണ്ട്. ഈ 2 ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ടേബിളിൽ നോക്കി വാല്യൂ എഴുതുന്നത് വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചേക്കരുത്. ലോഗരിതം ടേബിളിൽ നോക്കി വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. ഫസ്റ്റ് എങ്ങനെയാണ് ലോഗരിതം ടേബിൾ അല്ലെങ്കിൽ ആൻറ്റി ലോഗരിതം ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് അതിനെക്കുറിച്ചാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ജിയോമെട്രിക് മീനിൻ്റെ പോർഷൻ പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ. ലോഗരിതം വാല്യൂ എന്ന് പറയുന്നത് ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ടുള്ളൊരു ഡിജിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെ, ഫ്രാക്ഷൻ ആയിട്ടുള്ള കുറച്ച് ഡിജിറ്റാണ് നമുക്ക് ലോഗ് വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഡെസിമൽ പോയിൻറ്റിന് മുൻപുള്ള സംഖ്യയുണ്ട്, ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള സംഖ്യയുണ്ട്. ഡെസിമൽ പോയിൻറ്റിന് മുൻപുള്ള സംഖ്യനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കും. ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ളതിനെ മാൻറ്റിസ എന്നും വിളിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് ആ ഡിജിറ്റ് നോക്കി തന്നെ എഴുതാനായിട്ടുള്ളതാണ്. മാൻറ്റിസ എന്ന് പറയുന്നത് ടേബിളെ നോക്കി നമ്മൾ കണ്ടുപിടിക്കാം. അതായത് ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള സംഖ്യ മാത്രമേ നമ്മൾ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുന്നുള്ളൂ. ഡെസിമൽ പോയിൻറ്റിന് മുൻപുള്ളത് നമ്മൾ നേരിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഡെസിമൽ പോയിൻറ്റിന് മുൻപുള്ള ഫിഗർ, അതായത് ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. അതെന്ന് പറയുന്നത് n-1 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റം ആണ്. -1 നമ്പർ ഓഫ് ഡിജിറ്റാണ്. -1 നമ്മൾ ചെയ്യും. അതായത് ഇപ്പം നിങ്ങളോട് 100ൻ്റെ ലോഗ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 100 എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് സംഖ്യയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 3 - 1 2 ആയിരിക്കും അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു 4 ഡിജിറ്റ് തന്നിട്ട് അതിൻ്റെ ലോഗ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ n-1 3 അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ വാല്യൂ, അതായത് ഡെസിമൽ പോയിൻറ്റിന് മുൻപ് എഴുതേണ്ട വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 8 എന്ന് പറയുന്ന ഒരു 1 ഡിജിറ്റ് നമ്പറിൻ്റെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവിടെ 1 ഡിജിറ്റാണ്. അപ്പോൾ -1 ചെയ്ത് കഴിയുമ്പോൾ 0 അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഖ്യ ഏതാണെന്നുള്ളത് നോക്കുക. അതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ചെടുക്കുക. 5 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 4 അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്. 4 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 3 അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്. 2 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 1 അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. 1 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 0 അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് എത്ര ഡിജിറ്റ് ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ചെടുക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തായിട്ട് മാൻറ്റിസ കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അതായത് ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള ഫിഗർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ലോഗരിതം ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് നോക്കുക. അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു കോളമുണ്ട്. 10 മുതൽ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയിരിക്കുന്ന ഒരു കോളം നമുക്ക് അവിടെയുണ്ട്. അപ്പം നമുക്ക് 1 ഡിജിറ്റ് 2 ഡിജിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു കോളം നമുക്ക് നോക്കിയാൽ മതി.
ഇനി 3 ഡിജിറ്റ് 4 ഡിജിറ്റൊക്കെ വരുന്ന സമയത്താണ് നമുക്കതിൻ്റെ ടോപ്പിൽ കിടക്കുന്ന കോളമുണ്ട് 10 മുതൽ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയിരിക്കുന്ന ഒരു കോളം നമുക്കവിടെയുണ്ട്. അപ്പം നമുക്ക് 1 ഡിജിറ്റ് 2 ഡിജിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു കോളം നമുക്ക് നോക്കിയാൽ മതി. ഇനി 3 ഡിജിറ്റ് 4 ഡിജിറ്റൊക്കെ വരുന്ന സമയത്താണ് നമുക്കതിൻ്റെ ടോപ്പിൽ കിടക്കുന്ന കോളംസ് 0 മുതൽ 9 വരെയും പിന്നെ അതിൻ്റെ അപ്പുറത്ത് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 1 to 9 കോളം കിടപ്പുണ്ട്. അത് നമ്മൾ നോക്കേണ്ടത് 4 ഡിജിറ്റ് വരുന്ന സമയത്താണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 1 ഡിജിറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ 1 ഡിജിറ്റ് എന്ന് പറയുന്നത് 8 എന്ന് പറയുന്ന ഒരു സംഖ്യ. അതിൻ്റെ മാഞ്ചിസ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 8 എന്ന് പറയുന്ന 1 ഡിജിറ്റ് അല്ലേ, അപ്പോൾ അതവിടെ കിടപ്പില്ലോ. 10 മുതൽ 99 വരെയല്ലേ അവിടെ കിടപ്പുള്ളൂ. അപ്പോൾ 8 എന്നുള്ളതിനെ 80 എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് അപ്പം 8 എന്നുള്ളത് 1 ഡിജിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്കറിയാമല്ലോ, 0 പോയിൻ്റ് ഇട്ടിട്ടാണ് വരുന്നത്. 0 പോയിൻ്റ് ഇട്ട് വരും. എന്നിട്ട് 80-ന് നേരെ 0 എന്ന കോളത്തിന് നേരെ താഴെ വരുന്ന ഡിജിറ്റ് ഏതാണോ അതെടുക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാകും 9031 എന്നുള്ള ഫിഗറാണ് റോയിൽ 80-ന് നേരെയും കോളത്തിൽ 0യുടെ താഴെയായിട്ട് വരുന്ന ഫിഗർ 9031. അതാണ് നമ്മുടെ 8ൻ്റെ ലോഗ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 8ൻ്റെ ലോഗ് വാല്യൂ എന്ന് പറയുന്നത് 0.9031 എന്ന് വരും. അടുത്തത് 2 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഗ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 2 ഡിജിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്നുള്ളിടത്ത് നമ്മൾ 1 പോയിൻ്റ് ഇട്ടായിരിക്കും എഴുതുന്നത്. ഇപ്പോൾ 36 എന്നുള്ളൊരു വാല്യൂ നമ്മളെടുത്തു. 36ൻ്റെ ലോഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പം നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ നോക്കുക. 36-ന് നേരെ 0യ്ക്ക് താഴെ 0 എന്ന് പറഞ്ഞ കോളത്തിന് താഴെ വരുന്ന വാല്യൂ ഏതാണെന്നുള്ളത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം 5563 എന്നവിടെ കിടക്കുന്നത് കാണാം. അതാണ് നമ്മൾ ആ നമ്പറിൻ്റെ ലോഗ് വാല്യൂ എന്ന് പറയുന്നത് 1.5563 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, നമ്മൾ ആദ്യമേ 1 ഡിജിറ്റ് എടുത്തപ്പോഴും ഇതേപോലെ 0യ്ക്ക് താഴെ തന്നെയല്ലേ എടുത്തതെന്ന്. അപ്പോൾ അവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഞാനിപ്പോൾ ആദ്യമേ 1 ഡിജിറ്റ് പറഞ്ഞത് 8ൻ്റെ കാര്യമാണ് പറഞ്ഞത്. 8ൻ്റെ ലോഗ് വാല്യൂ എടുക്കുന്ന സമയത്ത് 0.9031 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അത് 80-ൻ്റെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ആ 9031 എന്നുള്ളത് സെയിം തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 1 പോയിൻ്റ് വരും എന്നുള്ളതേ ഉള്ളൂ. 80ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1.9031 എന്നായിരിക്കും അവിടെ വരുന്നത്. അടുത്തത് 3 ഡിജിറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഗ് വാല്യൂ കണ്ടുപിടിക്കുന്ന പറയാം. 3 ഡിജിറ്റ് വരുമ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഡെസിമൽ പോയിൻറ്റിന് മുൻപുള്ളത് 2 പോയിൻ്റ് എന്നായിരിക്കും വരുന്നത്. ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ റോയും നോക്കണം കോളവും നോക്കണം. അപ്പോൾ 1 ഡിജിറ്റോ 2 ഡിജിറ്റോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളം നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നേരെ 0യുടെ താഴെയുള്ളതാണ് 0 എന്ന് പറഞ്ഞ കോളമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതായത് റോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിടക്കുന്നതാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ 3 ഡിജിറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ കോളത്തിലെ വാല്യൂവും കൂടെ നോക്കണം. അപ്പോൾ നമ്മൾ 3 ഡിജിറ്റ് സംഖ്യയുടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ 2 ഡിജിറ്റ് റോയിലും പിന്നത്തെ 1 ഡിജിറ്റ് മുകളിലത്തെ കോളത്തിലുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം 485 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ ലോഗാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ 48 നമ്മൾ ആദ്യത്തെ റോയിൽ നമ്മൾ എടുക്കുക. പിന്നെ 3rd ഡിജിറ്റ് 5 എന്ന് പറയുന്നത് കോളത്തിലെടുക്കുക. അപ്പം റോയിൽ 48-ന് നേരെയും കോളത്തിൽ 5-ന് നേരെയുള്ള സംഖ്യ വേണം എടുക്കാനായിട്ട്. അപ്പോൾ 6857 കിട്ടും. അപ്പോൾ 2.6857 എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് 4 ഡിജിറ്റിൻ്റെ ലോഗ് വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 3 വരും. 3 പോയിൻ്റാണ് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. അടുത്ത അപ്പം 4758. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് 47 എന്നുള്ളത് റോയിൽ നോക്കുക, കോളത്തിൽ 3ാമത്തെ ഡിജിറ്റ് 5-ന് നേരെ നോക്കുക. അപ്പം 6767 എന്നുള്ള സംഖ്യ നമുക്കവിടെ കിട്ടും. then അടുത്തത് 4ാമത്തെ ഡിജിറ്റ് 8 എന്ന് പറയുന്നത് മെയിൻ ഡിഫറൻസിൻ്റെ കീഴിൽ വേണം നമ്മൾ നോക്കാനായിട്ട്. സെയിം റോ തന്നെ 47 എന്ന് പറയുന്ന സെയിം റോയിൽ തന്നെ മെയിൻ ഡിഫറൻസിൻ്റെ 8 എന്ന കോളത്തിന് നേരെ താഴെ നോക്കുക. അപ്പോൾ അവിടെ 7 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കിടക്കുന്നത് കാണാം. അത് നമുക്ക് കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്തെടുക്കുക. അതായത് 6767 ഇല്ലേ, അതിൻ്റെ കൂടെ ആ 7ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പം 6774 എന്ന് കിട്ടും. 6767 + 7 ചെയ്ത് കഴിയുമ്പോൾ 6774 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ലോഗ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 4 ഡിജിറ്റ് വരെ മാക്സിമം ചെയ്യാനായിട്ട് വരുള്ളൂ.
5 ഡിജിറ്റ് വരുവാണെന്നുണ്ടെങ്കിലും അതിനെ 4 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. 5 ഡിജിറ്റ് ഏതായാലും നിങ്ങൾക്ക് വരുമല്ല. മാക്സിമം 4 ഡിജിറ്റ് വരും. 3 വരെ വരാൻ ചാൻസ് ഉള്ളൂ. മാക്സിമം 4 ഡിജിറ്റ് വരെ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ ടേബിൾ വാല്യൂ നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. ഓഡിയോയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ തന്നേക്കുന്നതും കൂടെ ഞാനവിടെ ഒരു നോട്ട് പോലെ ഒരു ഇതിട്ടിട്ടുണ്ട്, ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നോക്കണം. അടുത്തത് ഞാൻ നിങ്ങൾ ടെക്സ്റ്റിലെ ജോമെട്രിക് മീൻ്റെ ഇല്ലുസ്ട്രേഷൻ പറയാനായിട്ട് പോവുകയാണ്. പേജ് നമ്പർ 95 ഇല്ലുസ്ട്രേഷൻ നമ്പർ 28 നോക്കുക. അപ്പം നമ്മളിവിടെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ മാത്രമായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ എക്സിൻ്റെ വാല്യൂവിൻ്റെയും ലോഗരിതം വാല്യൂ നമ്മൾ കാണണം. അപ്പം നമുക്ക് ലോഗ് എക്സ് കിട്ടും. എന്നിട്ട് അതിനെ എല്ലാത്തിനും കൂടെ ആഡ് ചെയ്തെടുക്കുക. എല്ലാ എക്സിൻ്റെയും ലോഗ് വാല്യൂവിനെ ആഡ് ചെയ്തെടുക്കുക. സിഗ്മ ലോഗ് എക്സ് കിട്ടും. എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫിഗറുണ്ട്. ആ ഫിഗറിൻ്റെ ആൻറ്റി ലോഗ് വാല്യൂ ആണ് നമ്മുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അതവിടെ സ്റ്റെപ്പ് 4 കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. ദെൻ നമുക്ക് ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 28 ഫാമിലിയും അവരുടെ ഇൻകം ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസിനെല്ലാം എടുത്തെഴുതി. എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. എല്ലാ എക്സിൻ്റെയും വാല്യൂ ലോഗരിതം ടേബിൾ നോക്കി അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ടേബിൾ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 85. അത് 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 1 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് 85-ന് നേരെ 0യ്ക്ക് താഴെയായിട്ട് വരുന്ന വാല്യൂ 9294 എഴുതിയിരിക്കുന്നു. അടുത്തത് 70യുടെ ലോഗരിതം വാല്യൂ എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 1 പോയിൻ്റ് ഇട്ട് തന്നെ 1 പോയിൻ്റ് ഇട്ടിട്ട് റോയിൽ 70യുടെ നേരെ 0യ്ക്ക് താഴെ വരുന്ന സംഖ്യയാണ് 8451 അവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. മൂന്നാമത്തത് 15 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് ആയതുകൊണ്ട് 1.1761 0യ്ക്ക് താഴെ വരുന്നതാണ്. അടുത്തത് ഈയുടെ നോക്കുക 500 ആണ്. 500 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് സംഖ്യ ആയതുകൊണ്ടാണ് 2 പോയിൻ്റ് ഇട്ട് എഴുതിയിരിക്കുന്നത്. 2 പോയിൻ്റ് ഇട്ടിട്ട് 50ന് നേരെ 0യ്ക്ക് താഴെ വരുന്ന വാല്യൂ ആണ് 6990 എന്ന് പറയുന്നത്. അടുത്തത് 8 ആണ്. 8 എന്ന് പറയുന്നത് 1 ഡിജിറ്റ് സംഖ്യ ആയതുകൊണ്ടാണ് അവിടെ 0 പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് 80ന് നേരെ 0യ്ക്ക് താഴെ വരുന്ന ഫിഗറാണ് 9031 എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ എക്സിൻ്റെ വാല്യൂവിൻ്റെയും ലോഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ് 17.6373 അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജോമെട്രിക് മീൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ ലോഗ് എക്സ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 17.6373. അത് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.76373 എന്ന് കിട്ടും. അതിൻ്റെ ആൻറ്റി ലോഗാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യമേ ലോഗരിതം ടേബിളാണ് നോക്കിയത്. ഇനി നമുക്ക് നോക്കേണ്ടത് ആൻറ്റി ലോഗരിതം ടേബിൾ, ലാസ്റ്റ് കിടക്കുന്ന ടേബിളാണ്. അപ്പോൾ ആൻറ്റി ലോഗരിതം ടേബിൾ നോക്കുന്നത് ഇതേപോലെ തന്നെയാണ്, ലോഗ് കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ്. ലോഗിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ 1.76373 എന്നാണ് കിടക്കുന്നത്. ആ 1 പോയിൻറ്റിന് മുൻപുള്ള സംഖ്യ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ പോയിൻറ്റിന് മുൻപ് അവിടെ 1 ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ഡിജിറ്റ് ആയിരിക്കും എന്നുള്ളതെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ പോയിൻറ്റിന് ശേഷമുള്ളത് 7633 അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് ആൻറ്റി ലോഗരിതത്തിൻ്റെ ടേബിൾ എടുക്കുക. എന്നിട്ട് റോയിൽ 76-ന് നേരെയും കോളത്തിന് 3-ന് നേരെയുള്ള വാല്യൂ എടുക്കുക. അപ്പം 5794 എന്ന് പറഞ്ഞ വാല്യൂ ആണ് അവിടെ കിടക്കുന്നത്. ആ വാല്യൂ എടുത്തെഴുതി വെക്കുക. പിന്നെ അടുത്ത 4ാമത്തെ ഡിജിറ്റ് അത് നമ്മൾ നോക്കുന്ന മീൻ ഡിഫറൻസിൻ്റെ ടേബിളിലാണ്. അപ്പോൾ മീൻ ഡിഫറൻസിൻ്റെ അവിടെ അതേ റോയിൽ തന്നെ 7-ന് കീഴേ വരുന്ന സംഖ്യ ഏതാണെന്നുള്ളത് നോക്കാം. 9 ആണ് അവിടെ കിടക്കുന്നത്. എന്നിട്ട് ആ 9 എടുത്ത് നമ്മളിപ്പോൾ എടുത്തെഴുതി വെച്ചിരിക്കുന്ന 5794ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് 5803 എന്നുള്ള ഡിജിറ്റ് കിട്ടും. ഇനി ലാസ്റ്റത്തെ 5 ഡിജിറ്റായിട്ട് അവിടെ ഒരു 3 കൂടെ കിടപ്പുണ്ട്. അത് കൺസിഡർ ചെയ്യേണ്ട, നമ്മളിപ്പോൾ 4 ഡിജിറ്റ് ചെയ്താൽ മതി. അപ്പം 5803 എന്നുള്ളത് കിട്ടും. പിന്നെ ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു 1 പോയിൻ്റ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 2 ഡിജിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് 2 സ്ഥാനം മാറ്റി ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 5803 എന്നുള്ളത് 58.03 ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലോഗരിതം ടേബിൾ നോക്കാനും ആൻറ്റി ലോഗരിതം ടേബിൾ നോക്കാനും നന്നായിട്ടൊന്ന് പഠിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ജിയോമെട്രിക് മീൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് 2-3 ടെക്സ്റ്റിൽ തന്നെ കിടക്കുന്ന 2-3 വാല്യൂസ് എടുത്തിട്ട് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക.
ഇനിയിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിൽ നമുക്ക് ഈ ലോഗരിതം വാല്യൂ കണ്ടുപിടിക്കുന്നതിനെ സംബന്ധിച്ച് കുറേ വീഡിയോ ക്ലാസ് ഒക്കെ കിടപ്പുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഇനിയും പറഞ്ഞു തരാം. അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 29 നോക്കുക. അതിനകത്തും ഇൻഡിവിജ്വൽ സീരീസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രാക്ഷണലായിട്ടുള്ള സംഖ്യകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അവസാനത്തെ രണ്ടെണ്ണം 0.08ഉം 0.8974 എന്നും രണ്ട് സംഖ്യകളും കൂടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സംഖ്യകളുടെയും ലോഗരിതം വാല്യൂ നിങ്ങൾക്ക് ടേബിളിൽ നോക്കി കണ്ടുപിടിക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത രണ്ടെണ്ണത്തിൻ്റെ ഞാൻ പറയാം. അതിൽ ആദ്യത്തെ സംഖ്യ നോക്കുക 0.08ഉം രണ്ടാമത്തത് 0.8974ഉമാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസിമൽ പോയിൻറ്റിനും സംഖ്യയ്ക്കും ഇടയിൽ എത്ര സീറോ ഉണ്ടെന്നുള്ളത് നോക്കുക. അതായത് ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് എത്ര സീറോസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ 0.08ൽ ഒരു സീറോ കിടപ്പുണ്ടല്ലോ, രണ്ടാമത്തേതിൽ സീറോയൊന്നും കിടപ്പുമില്ല. അപ്പം നമ്മൾ അവിടുത്തെ സീറോസിൻ്റെ എണ്ണത്തിനെ n എന്നെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട -n+1 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. 1 രണ്ടാമത്തേതിൽ n എന്ന് പറയുന്നത് 0ആണ്. അപ്പം -n+1 എന്ന് പറയുമ്പോഴത്തേനും 1+1 2 വരും. അത് -2 ആണ് അവിടെ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് 2' എന്ന് അവിടെ ഇട്ടേക്കുന്നത്. രണ്ടാമത്തേതിൽ -n+1 എന്ന് പറയുമ്പോഴത്തേനും -0+1 ആണ്. അതുകൊണ്ട് -1 ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകൂടെ ഓർക്കുക, n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള സീറോസിൻ്റെ എണ്ണമാണ്. ആദ്യത്തേതിൽ സീറോസ് ഉണ്ട്, രണ്ടാമത്തേതിൽ സീറോസ് ഇല്ല. -n+1 എന്നുള്ള ഇക്വേഷനും കൂടെ ഓർത്തിരിക്കുക. എന്നിട്ട് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്ത് നിങ്ങളിത് കാൽക്കുലേറ്ററിൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടിയ സിഗ്മ log x കിട്ടിയിരിക്കുന്നത് 6.8314 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6.8314 അല്ല കിട്ടുന്നത്. ടോട്ടൽ ഒരു 9.8314 നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ 3 ഡിഡക്റ്റ് ചെയ്യണം. 3 എന്ന് പറയുന്നത് അവിടെ 2'ഉം 1' കിടപ്പില്ല, അത് രണ്ടും കൂടെ ആഡ് ചെയ്തേക്കുന്നതാണ് 3' എന്ന് പറയുന്നത്. ആ 3' നിങ്ങൾ അതിൻ്റെ അകത്ത് ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് 6.8314 കിട്ടുന്നത്. ഓർക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് 3 ഡിഡക്റ്റ് ചെയ്യുക. 3 എന്ന് പറഞ്ഞാൽ ഡാഷ് കിടക്കുന്ന 2 ഡിജിറ്റ് മാത്രം, അതായത് 2' കിടപ്പുണ്ട് 1' കിടപ്പുണ്ട്. ആ ഡാഷ് കിടക്കുന്ന 2 ഡിജിറ്റ് മാത്രം അതിൻ്റെ അകത്ത് ഡിഡക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കിട്ടുന്നതാണ് 6.8314 എന്ന് പറയുന്നത്. ദെൻ അത് ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും 0.9759 കിട്ടി. അതിൻ്റെ ആൻറ്റി ലോഗരിതം വാല്യൂ നിങ്ങൾ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയാണ് ജോമെട്രിക് മീൻ്റെ ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്യാനായിട്ടുള്ളത്. ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അതായത് ഓരോ നമ്മൾ പഠിക്കുന്ന പോർഷൻസിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ വീഡിയോസും നിങ്ങൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സോടെ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.